പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദേശീയ വോട്ടേഴ്സ് ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കടമ. ആനന്ദമന്ദിരത്തിൽ ദേവകിയമ്മ 97 വയസ്സ്. പോളിംഗ് ഉദ്യോഗസ്ഥൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ അമ്മയ്ക്ക് 97 വയസ്സോ? ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടന്നു കയറി വന്ന വോട്ടറെ കണ്ട് പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആഹാ, നിങ്ങൾ ദേവകിയമ്മയെ കണ്ടിട്ടില്ലേ? ആരും പിടിക്കാതെ നടന്നു വന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി വോട്ട് ചെയ്യും. മകൻ കൂടെയുണ്ട്, അതൊന്നും അവർ നോക്കുന്നില്ല, ബാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ കുറേ കാലമായി നാട്ടിലില്ലായിരുന്നു, അതായിരിക്കും അറിയാത്തത്, അയാൾ മറുപടി നൽകി. ഗ്രാമത്തിലെ പഴകിയ ഓടുമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ദേവകിയമ്മയെ എല്ലാവർക്കും അറിയാം. വയസ്സ് 98ലേക്ക് കടക്കുന്നു. കാലിന് ചെറിയ വിറയലുണ്ട്, കണ്ണുകൾ മങ്ങിയിട്ടുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പ് വന്നാൽ ദേവകിയമ്മയുടെ മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം കാണാം. അമ്മേ, ഇന്ന് പോകണ്ട, മഴയുണ്ട്, വഴിയും നല്ലതല്ല, അയൽവാസികൾ പറഞ്ഞു. അമ്മ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, മഴയേക്കാൾ വലിയതാണ് മക്കളെ വോട്ട്. ഈയിടെയായി നാട്ടിൻ പുറത്ത് പലരും വോട്ട് ചെയ്യാൻ മടി കാട്ടുന്നുണ്ട്. ഒരൊറ്റ വോട്ട് കൊണ്ട് എന്തു മാറ്റം വരാനാണ്? ആരും നമ്മളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നവരായിരുന്നു അധികവും. ദേവകിയമ്മ മകനോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തി. ക്യൂവിൽ നിൽക്കുന്ന യുവാക്കൾ അവരെ നോക്കി അമ്പരന്നു. ഇത്ര വയസ്സായിട്ടും നിങ്ങൾ വന്നല്ലോ അമ്മേ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ദേവകിയമ്മ പതുക്കെ പറഞ്ഞു, എനിക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ വോട്ട് ചെയ്യുന്ന കാര്യം നടക്കാതെ വന്നാൽ നാടിനാണ് ബുദ്ധിമുട്ടാവുന്നത്. ആ വാക്കുകൾ അവിടെ നിന്നവരുടെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത വീട്ടിലെ രാമകൃഷ്ണേട്ടൻ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ല. അയാൾ അന്ന് ദേവകിയമ്മയുടെ പിന്നാലെ ബൂത്തിലേക്ക് വന്നു. അമ്മേ, നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ വന്നത്, രാമകൃഷ്ണൻ പറഞ്ഞു. അവിടെ വരിയിൽ നിന്ന മാഷ് പറഞ്ഞു, അമ്മ ചെയ്യുന്നത് വെറും ഒരു വോട്ട് മാത്രമല്ല, രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുവിരലാണ്. ശരിയാണ്, പ്രായം തടസ്സമല്ല, മടിയാണ് പലർക്കും തടസ്സമായി വരുന്നത്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ദേവകിയമ്മ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിരവധി ആളുകൾ ഉത്സാഹത്തോടെ വോട്ട് ചെയ്യാൻ പുറപ്പെട്ടു. എൻ്റെ കാലുകളല്ല, മനസ്സാണ് എന്നെ ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്തരം അമ്മമാരും അച്ഛന്മാരും ഉള്ളിടത്തോളം കാലം നാട്ടിൻ പുറത്തിൻ്റെ ജനാധിപത്യം ഒരിക്കലും ഇല്ലാതാവില്ല. അത് കൂടുതൽ കൂടുതൽ ശക്തമാവുക തന്നെ ചെയ്യും, ഒരു വഴിപോക്കൻ പറഞ്ഞു. ദേവകിയമ്മ അത് കേട്ടോ എന്നറിയില്ല. ഏതായാലും അവരുടെ മനസ്സിന് വലിയ സന്തോഷമുണ്ടായിരുന്നു.